മക്കളെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഈസി ആയിട്ട് കടന്നിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് സൊല്യൂഷൻ? വെള്ളത്തിലേക്ക് ഇട്ടാൽ അസിഡിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആര്? അസിഡിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോയ്സ് NaCl ആണ്. നമുക്ക് നോക്കാം NaCl പറ്റി നോക്കാം. NaCl എങ്ങനെ മാറും? Na പ്ലസും Cl മൈനസ് ആയി മാറി. H2 നമുക്ക് എങ്ങനെ എഴുതാം? H പ്ലസ് എന്നും OH മൈനസ് എന്നും എഴുതാം. H2O H പ്ലസും OH മൈനസും. നെഗറ്റീവും പോസിറ്റീവും കമ്പൈൻ ചെയ്യട്ടെ. ഇതാ പോസിറ്റീവ് നെഗറ്റീവ്, ഇതാ HCl അല്ലെ, NaOH നെഗറ്റീവും പോസിറ്റീവും കമ്പൈൻ ചെയ്യും. എന്തൊക്കെ ഉണ്ടായത്? NaOH ഉണ്ടായി, HCl ഉണ്ടായി, HCl ഉണ്ടായി. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, സ്ട്രോങ് ബേസ് ആണ്. ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്, സ്ട്രോങ് ആസിഡ്. ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്ന് നമുക്കൊക്കെ അറിയാം. ക്ലിയർ അല്ലേ? അത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല. അതിനെ വിട്ട് അടുത്ത് Na2CO3 Na2CO3 എങ്ങനെ ഉണ്ടാവും? എന്താ? H2O H പ്ലസും പറ OH മൈനസും, രണ്ട് മോളിക്യൂൾ ഉണ്ട്. യെസ്, ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഇതാണ്. രണ്ട് NaOHും H2CO3 ഉണ്ടായി. H2CO3 ഇതൊരു സ്ട്രോങ് ബേസ് ആണ്, സ്ട്രോങ് ബേസ് ആണ്. ഇത് വീക്ക് ആസിഡ് ആണ്. സോ ദ സൊല്യൂഷൻ ഈസ് ബേസിക് സൊല്യൂഷൻ ബട്ട് നോട്ട് അസിഡിക് സൊല്യൂഷൻ. ആരാണോ സ്ട്രോങ് അയാളുടെ നേച്ചറാണ് സൊല്യൂഷൻ കാണിക്കുക. ഇവിടെ സ്ട്രോങ് ബേസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. NH4Cl NH4Cl എങ്ങനെയാ ബ്രേക്ക് ചെയ്യുക? NH4Cലും H പ്ലസും OH മൈനസുമാണ്. NH4 പ്ലസും Cl മൈനസുമാണ്. NH4OH ആയി മാറി. NH4OHും HClഉം ഉണ്ടായി. NH4OHും HClഉം ഉണ്ടായി. HCl ഇതൊരു വീക്ക് ബേസ് ആണ്, ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്. സോ ഈ സൊല്യൂഷൻ ഈസ് അസിഡിക് സൊല്യൂഷൻ. അതായിരിക്കും. ഇത് സ്ട്രോങ് ആസിഡ് അല്ലേ? സ്ട്രോങ് ആസിഡ് HCl സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ സ്ട്രോങ് നേച്ചർ ആരതാ? ഇതൊരു അസിഡിക് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇനി K2SO4 നമുക്ക് നോക്കാം. K2SO4 ഇതാ H പ്ലസും OH മൈനസും കമ്പൈൻ ചെയ്യുക. എന്താ ഫോം ചെയ്യാൻ നോക്കുക. എങ്ങനെ ഉണ്ടാവുക? K2SO4 എന്തായി മാറി? KOH ഉണ്ടായി മാറി. KOHും H2SO4ഉം ഉണ്ടായി. H2SO4ഉം സ്ട്രോങ് ആസിഡും. ഇത് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ, ഇത് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും.